അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള വെള്ളരിക്ക മോരുകറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കാണാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നതെന്നുണ്ടെങ്കിൽ അച്ചൂസ് ടൈം എന്ന ചാനൽ ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് മെയിനായിട്ട് വേണ്ടത് വെള്ളരിക്കയാണ്. ഞാനിപ്പോൾ ഒരു വെള്ളരിയുടെ 1/4 ഭാഗത്തോളം എടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു സീഡും തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് കഷ്ണങ്ങളാക്കി എടുക്കുന്ന സമയത്ത് നമ്മളിത് തീരെ ചെറിയ പീസായിട്ട് കഷ്ണാക്കി എടുക്കരുത്. നമ്മൾ പച്ചടിക്കൊക്കെ കട്ട് ചെയ്യുന്നില്ല, അതേപോലെ തീരെ ചെറിയ പീസായി പോകരുത്. അത്യാവശ്യം വലുപ്പത്തിൽ നമുക്ക് കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം വെള്ളരിയുടെ ആ ഒരു സീഡും തൊലിയൊക്കെ കളഞ്ഞിട്ട് മുറിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു സൈസിൽ വേണം നമ്മളിത് മുറിച്ചെടുക്കാൻ. പിന്നെ വെള്ളരിക്കയും മോരുകറിയൊക്കെ നാടൻ വിഭവമാണല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് മൺകലത്തിൽ ഉണ്ടാക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകിയിട്ട് എടുത്തുകൊണ്ട് വരാം. ഇനി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുള്ള വെള്ളരിക്ക കഷ്ണത്തിലോട്ട് എരിവിന് ആവശ്യമായിട്ട് ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കയറിയതും ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് പൊടികളായിട്ട് നമ്മുടെ സാധാരണ മുളക് പൊടി ഉണ്ടല്ലോ, എരിവുള്ള മുളക് പൊടി, അത് കുറച്ച് ചേർക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, ഈ 2 പൊടികൾ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ആ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വെള്ളരിക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് സ്റ്റൗവിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒരുപാടൊന്നും വേണ്ട, വെള്ളരിക്കാന്നല്ലോ, അപ്പോൾ അതിൽ നിന്ന് അത്യാവശ്യം വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇനി വെള്ളരിക്ക വേവാൻ വെച്ച സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങയുടെ അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. നല്ല ജീരകം, നമ്മുടെ കുമിൻ സീഡ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ടതില്ല. ആ ഒരു തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാൻ. ആ ഒരു സമയത്തേക്ക് നമുക്ക് വെള്ളരി വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. ഇതിപ്പം ചെറുതായിട്ടൊന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലൊരു ഇത്തിരി കൂടി വെള്ളമുണ്ട്, അത് ചെറുതായിട്ടൊന്നങ്ങ് വറ്റി വരുന്നത് വരെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ തേങ്ങ അരച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് തന്നെ അരക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് തിളപ്പിക്കുന്ന സമയത്ത് ഒരു പെരുത്തതുപോലെ തേങ്ങ പൊങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേങ്ങയുടെ ആ ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. തേങ്ങയുടെ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ തിള വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് മോര് ചേർത്ത് കൊടുക്കുക. അത്യാവശ്യം പുളിയുള്ള മോര് തന്നെ ചേർക്കുക. ഇനിയിപ്പോൾ മോരില്ലാന്നുണ്ടെങ്കിൽ തൈര് ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ടിട്ട് കറക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ മോര് ഒഴിച്ചതിന് ശേഷം നമ്മളിത് തിളപ്പിക്കുന്നില്ല, സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. ആ ഒരു മൺചട്ടിയുടെ ചൂടിൽ കിടന്നിട്ട് തന്നെ ആ ഒരു മോരങ്ങ് കുക്കായി കിട്ടിക്കോളും. ഇനി കറിയിലേക്ക് കടുക് താളിച്ചൊഴിച്ച് കൊടുക്കുക. അതിനായിട്ട് പാൻ വെച്ച് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാടൻ വിഭവങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ കൂടി പോവേണ്ടതില്ല, കുറച്ച് മതിയാകും. ഇനി ഉലുവ ഒന്നങ്ങ് പൊട്ടി വരുന്ന സമയത്ത് ഇതിലോട്ട് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഒരു 2-3 വറ്റൽമുളക് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം നല്ലോണം മൂത്ത് വരുന്ന സമയത്ത് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചെണ്ണയിൽ മഞ്ഞൾപ്പൊടി റോസ്റ്റായിട്ട് വരുന്ന സമയത്ത് അത് കറിയിൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. പിന്നെ നല്ല മഞ്ഞ കളറും കിട്ടും നമ്മുടെ കറിക്ക്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ചൂടോട് കൂടെ കഴിക്കുന്നതിലും ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ച് സമയം ഒന്ന് വെച്ചിട്ട് കഴിക്കുമ്പോഴായിരിക്കും ആ ഒരു തിക്നെസ്സോട് കൂടിയിട്ട് നമുക്ക് വെള്ളരിക്ക മോരുകറി കഴിക്കാൻ പറ്റുക. ഇപ്പോൾ ഉച്ചക്ക് ചോറിനായിരിക്കുമല്ലോ നമ്മളിത് ഉണ്ടാക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഉച്ചക്ക് ചോറിന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടേസ്റ്റ് കിട്ടും. അപ്പോൾ മോരും വെള്ളരിക്കയും കയ്യിലുണ്ടെങ്കിൽ, ഇപ്പോൾ വെള്ളരിക്കൊക്കെ പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുമ്പളം ഉണ്ടല്ലോ, ഇളം കുമ്പളം, അത് വെച്ചിട്ടും ഈ ഒരു കറക്റ്റ് ടേസ്റ്റിൽ നമുക്ക് ഈ കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നും പറയുന്നത് പോലെ നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമലൈക്കും.